അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമായൊരു പേര്. അപ്രതീക്ഷിതമായി വിധിക്ക് മുന്നിൽ കീഴടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കാണിച്ച ഒരു മഹാമനസ്കത, അവയവദാനം. ആ മഹാമനസ്കതയ്ക്ക് മുന്നിൽ ശതകോടി പ്രണാമം. ഈ ദാനം ചെയ്ത അവയവങ്ങൾ പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായി, പ്രത്യേകിച്ച് ഹൃദയം കൊച്ചിയിൽ എത്തിക്കുന്നതിനായി എല്ലാ നൂലാമാലകളും തരണം ചെയ്ത് ഇവിടെ എത്തിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു ആത്മാർത്ഥത, മുഖ്യമന്ത്രി മുതൽ, കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ ആംബുലൻസിൻ്റെ ഡ്രൈവർ വരെ കാട്ടിയ ഉത്തരവാദിത്ത ബോധം, കൈ മെയ് മറന്ന് എല്ലാവരും ഒരുമിക്കുകയായിരുന്നു. എല്ലാ ചുവപ്പ് നാടകളും അഴിഞ്ഞു വീണു. ആ ഹൃദയത്തെ എല്ലാവരും, കൊച്ചിയിലേക്ക് എത്തിയ ആ ഹൃദയത്തെ എല്ലാവരും ഹൃദയപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം സ്വന്തം ഹൃദയത്തോട് ചേർത്തു. ആശുപത്രിയിൽ ആകാംക്ഷാഭരിതരായി നിന്ന അപരിചിതരായ കുറേ ജനക്കൂട്ടം സർജറി വിജയകരമായി അവസാനിച്ചു എന്നറിഞ്ഞപ്പോൾ ആ അപരിചിതരായ ജനക്കൂട്ടം മധുരം വിതരണം ചെയ്ത് അതങ്ങ് ആഘോഷിച്ചു. ഒരു മലയാളിയായതിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷങ്ങൾ. ഇതേപോലെയുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വികസനത്തിന് ഒരു മുതൽക്കൂട്ടല്ലേ എന്നൊരു ചോദ്യം ആരോട് ചോദിക്കണം? ഇതിനോട് സമാനമായ സംഭവങ്ങൾ പിന്നെയും കേരളത്തിൽ നടന്നു. കളിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ച അഞ്ജന എന്ന 3 വയസ്സുകാരി അവളുടെ അവയവങ്ങൾ ദാനം ചെയ്ത്, അവളുടെ മാതാപിതാക്കൾ ദാനം ചെയ്തു. അങ്ങനെ അവളും മരണത്തിൽ അമരത്വം നേടി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രണവ് എന്നൊരു 19 വയസ്സുകാരൻ തൻ്റെ കോളേജിലെ അവയവദാന ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു മടങ്ങി വരുന്ന വഴിക്ക് ഇതേപോലെ മോട്ടോർ ബൈക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവനും വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. എൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മിടിക്കുന്നുണ്ടെന്ന് അറിയുന്നത് മാത്രമാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പിട്ട പ്രണവിൻ്റെ അച്ഛൻ സത്യം പറഞ്ഞാൽ മീഡിയയിലൂടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. ഈ രംഗം കണ്ടപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ട്രാഫിക് എന്ന ചിത്രമാണ് ഓർമ്മ വന്നത്. അതിൽ സായികുമാറിൻ്റെ ഡോക്ടർ കഥാപാത്രം, ഏക മകൻ റെഹാൻ തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. ജേർണലിസ്റ്റാണ്, ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ ഡോക്ടർ കാണുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച റെഹാൻ്റെ ശരീരമാണ്. ആദ്യം വിസമ്മതിക്കുന്നു, പക്ഷേ എങ്കിലും അവയവദാനത്തിന് അദ്ദേഹം സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നു. ആ സമ്മതപത്രവുമായി ഡോക്ടേഴ്സ് തിയേറ്ററിലേക്ക് പോകുന്നു. ഇദ്ദേഹം കാറും എടുത്ത് ഒരു ലോങ് ഡ്രൈവ്, എങ്ങോട്ടൊന്നില്ലാതെ ഡ്രൈവ് ചെയ്യാണ്. ഇടയ്ക്ക് വെച്ച് ഹൃദയം പൊട്ടുന്ന വേദനയാൽ അദ്ദേഹം കാറ് നിർത്തി പുറത്തിറങ്ങിയിട്ട് കരയുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ കരയുന്നവരെ കളിയാക്കിയിരുന്ന ഞാൻ എന്താണ് ഹൃദയം പൊട്ടി മരിക്കുമോ എന്നുള്ള ഒരു ഫീല് വന്നു. അത്രയും തീക്ഷ്ണമായ വേദനയിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് പോലും ഇതേപോലെ ഒരു അവയവദാനത്തിന് തയ്യാറാകുന്ന വ്യക്തികൾ, അവരെ സല്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ ബോധവൽക്കരണം ഇനിയും മുമ്പോട്ട് തന്നെ പോകണം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പണ്ടൊക്കെ വ്യക്തി അത് ഐ ഡൊണേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പോലും വ്യക്തി സൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ ബന്ധുക്കൾ മടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ബന്ധുക്കൾ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ട്, അവയവദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അതുതന്നെ കാണിക്കുന്നത് ഒരു അവയർനെസ്, അത് ഒരു സക്സസ് ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ജീവിത ശൈലി, അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതാണ് ഇതുപോലത്തെയുള്ള പല പല രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അപകടമല്ല ഉദ്ദേശിച്ചത്, പല പല രോഗകാരണങ്ങൾ. അതിൽ ഏറ്റവും വില്ലനായി വരുന്നത് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ജീവിത ശൈലി ഒന്ന് മാറ്റി കണ്ണ് തുറന്ന്, അതായത് ആറ്റിറ്റ്യൂഡും ഒന്ന് ചേഞ്ച് ചെയ്താൽ ഇതേപോലെയുള്ള മഹത്തായ കാര്യങ്ങളിൽ നമുക്ക് ഭാഗഭാക്കാക്കാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയും ചെയ്യും.